ഹരി ഓം തസ്. ജയ ഗുരു, ജയ ഗുരു. യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. എന്താശങ്കയെനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ കുഞ്ഞിൻ പാലനമോർത്തതിനുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടും ഇതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തസ്. ജയ ഗുരു. നമുക്ക് പതിവ് പോലെ ഭൂതലം മുഴുവനും വ്യാപിക്കുന്ന അനുഗ്രഹവർഷം രചിക്കുന്നതായ ആ ഓംകാര ജപമുണ്ടല്ലോ, അത് എല്ലാവർക്കും കൂടി ഒരു 3 തവണ ജപിക്കാൻ നോക്കാം. നോക്കലല്ല, ജപിക്കുന്നേ. കൈ കോർത്ത് മടിയിൽ വയ്ക്കും, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും, കണ്ണടയ്ക്കണം. എന്നിട്ട് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഓ ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, അമൃത സന്താനങ്ങളെ, കഴിഞ്ഞ 67 കൊല്ലങ്ങളായി ഞാൻ ഭാരതത്തിലും വിദേശങ്ങളിലും പലയിടങ്ങളിലും പോയി സംസാരിക്കാറുണ്ട്, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്. ആ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ എല്ലാവരെയും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒന്നുമുള്ള ഒന്നല്ല. ഒരു തനിതായി നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഭവമാണിത്. 90 വർഷം മുമ്പ് പൂർവാശ്രമത്തിൽ എൻ്റെ ശരീരം ജനിച്ചത് പാർലിക്കാട് ഗ്രാമത്തിലാണ്. ആ ജന്മസ്ഥലം അതുപോലെ ഏതാണ്ട് ഇപ്പോൾ ഉണ്ട്.
നമ്മുടെ ശിഷ്യന്മാരും ഭക്തജനങ്ങളും എല്ലാവരും കൂടി എങ്ങനെയായാലും ആ ജന്മസ്ഥലം കൈക്കലാക്കി അതിനെ അവർ ഇച്ഛിക്കുന്ന തരത്തിൽ പരിരക്ഷിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് കുറച്ച് 1 കൊല്ലോ 2 കൊല്ലോ മുൻപ് അത് വാങ്ങുകയുണ്ടായി. ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരു ശിശുവാണ്. ആ ശിശുവിൻ്റെ ജീവിതം പലതരത്തിലും പല പ്രകാരത്തിലും അതിന് പരിലസനവും വികസനവും ഉണ്ടായി. പുരുഷോത്തമ സ്വാമിജിയുടെ നിർബന്ധത്തിലാണ് എൻ്റെ പൂർവാശ്രമത്തിലെ സഹോദരനും കൂടിയാണല്ലോ പുരുഷോത്തമ സ്വാമിജി. 15 വയസ്സ് പ്രായം കൂടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലയ്ക്ക് നിർബന്ധവും ഒരു നിലയ്ക്ക് നൈപുണ്യവും കൊണ്ടാണ് എന്നെ സന്യാസിയായിരിക്കുന്ന എന്നെ ഈ പാറേക്കാടോട് കൂടി പിന്നെയും അദ്ദേഹം ബന്ധിച്ചത്. അദ്ദേഹം അതിന് പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇന്നുള്ള ഈ ബന്ധം ഉണ്ടായി കാണില്ല. എന്താ, ഞാൻ ഇവിടുന്ന് പോയത് തന്നെ രക്തബന്ധങ്ങളെയും ജന്മദേശത്തെയും വിട്ടുപോകണം ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക്. അത് ഉദ്ദേശിച്ചിട്ടാണ് പോയത്. ഞങ്ങളുടെ പൂർവാശ്രമത്തിലെ പിതാവ് 17, പിന്നീട് അത് 25 ഏക്കർ വരുന്ന കൃഷിസ്ഥലം മക്കൾ സന്യസിക്കണമെന്ന് കണ്ടപ്പോൾ പുരുഷോത്തമ സ്വാമിജി അന്ന് വിവാഹിതനായി 3 കുട്ടികളുള്ള ആളാണ്. നിങ്ങൾക്ക് ഈ മുതലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലേറെ ദൂരം ഞാൻ ഈ അധ്യാത്മപഥത്തിൽ സഞ്ചരിക്കാൻ തയ്യാറാണ്. അന്ന് അദ്ദേഹം സന്യസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കും വേണ്ട ഈ ഭൂമി എന്ന് പറഞ്ഞ് അച്ഛനാണ് ജ്ഞാനാശ്രമം ട്രസ്റ്റ് രൂപീകരിച്ചത്. അപ്പോൾ ഞാൻ പൂർണ്ണാനന്ദ സ്വാമിജിയോട് പറയുകയുണ്ടായി, ഈ ട്രസ്റ്റ് സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ ഞാൻ സഹായിക്കാം, പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കില്ല, പോകും, അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പോയതാ. അപ്പോൾ ഇവിടെ പിന്നെ രണ്ടാമത് തിരിച്ചു വരണം എന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു വന്നതോ നമ്മുടെ അധ്യാത്മ ജീവിതത്തിൻ്റെയും അധ്യാത്മ പ്രവർത്തനങ്ങളുടെയും ഒരു വികസിത രൂപത്തിനു വേണ്ടിയാണ്. മാത്രമല്ല പാറേക്കാട് ഗ്രാമത്തിൽ പ്രത്യേകിച്ചും പരിസരങ്ങളിലുമുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രേരണ നിർവഹിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത്. പുരുഷോത്തമ സ്വാമിജിയുടെ ശതാഭിഷേകം അങ്ങനെയൊന്നും ഇല്ല സന്യാസിമാർക്ക്, വേണ്ട. നാട്ടുകാരെന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ രാമും കൂട്ടരും ഒക്കെ നാരായണാശ്രമത്തിൽ വന്നിച്ച് പറഞ്ഞപ്പോൾ സന്യാസിമാർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ഒരു ശതാഭിഷേക ചടങ്ങൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ദൗത്യം എന്തോ ആ ദൗത്യം അതോട് ചേരുന്ന എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ ആവിഷ്കരിച്ച് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയെ കൊണ്ടുവന്ന് നമ്മുടെ നൈമിഷാരൻ പാറേക്കാട്ട് ആ അന്നക്ഷേത്രം ഹാളിൽ വെച്ചൊരു സപ്താഹം നടത്തിയത്. ആ സപ്താഹത്തിൻ്റെ പര്യവസാനത്തിൽ പാറേക്കാട്ടിലുള്ള ആർക്കും ഒരു സപ്താഹം ഇതുപോലെ നടന്നതായിട്ടുള്ള ഓർമ്മ ആർക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പര്യവസാനത്തിൽ എല്ലാവർക്കും ആഹ്ലാദ തിമിർപ്പും ഒരു സാഫല്യ ദീപ്തിയും ഉണ്ടായിരുന്നു. അതോടുകൂടി ഒരഭിലാഷവും. ഇങ്ങനെ സപ്താഹ രൂപത്തിൽ ശ്രീമദ് ഭാഗവതം കേട്ടാൽ പോരാ, വ്യാസദേവൻ അത് പ്രതിപാദിക്കുന്ന ജീവിത തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വിശദമാക്കി നമ്മൾക്ക് ഗ്രഹിക്കണം. അതിന് സ്വാമിജിമാരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അത്രയേറെ. പുരുഷോത്തമ സ്വാമിജി ആ വിവരം എന്നെ ധരിപ്പിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയെന്ന്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. ചില സന്ദർഭങ്ങളിൽ ഞാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കണ്ണടച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണടച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വിപരീതം പറയാറില്ല, അനുകൂലിക്കാനുള്ളത്. ശരി എന്ന് പറഞ്ഞ് എവിടെയാണ് നടത്തുക, അങ്ങനെയാണ്. സ്വാമിജി അവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞ് അതൊന്നും പറ്റില്ല സ്വാമിജി, ഈ വടക്കേക്കരക്കാരുടെ അരിക്കണ്ടത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ, വേറെ ഒരു സ്ഥലവും നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന്
ആ കൊല്ലത്തെ നെൽകൃഷിയുടെ വരുമാനം അവർക്ക് കൊടുത്താണ് ഈ സ്ഥലമെടുത്ത് നടത്തിയത് പന്തലിട്ട്. അത് നടന്നതോടുകൂടി അവർക്ക് തോന്നി ഈ പരിപാടി ഇവിടെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇത് നെൽക്കണ്ടമായി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സ്വാമിജിമാരെ നിങ്ങളത് മേടിച്ചു കളയുമോ എന്ന് പറഞ്ഞത്. അവിടുന്ന് നിങ്ങളുള്ള ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പൂർവാശ്രമത്തിൽ ഞാൻ ജനിച്ച ധന്മദേശത്തിൽ കഴിഞ്ഞ 10, 21, 22 കൊല്ലമായി പലതും നടന്നതിൻ്റെ ഒരു പ്രകാരത്തിലുള്ള വളർച്ചയുടെയും സാഫല്യത്തിൻ്റെയും മികവിലാണ് നമ്മളിപ്പോൾ 1ാം നിലയിൽ സഭാനകേതനിലിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്വാമിജിയെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൂട്ടി എന്തെങ്കിലും ഒരു യോഗം നടത്തണമെന്ന് തോന്നിയിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അതൊരു വിശേഷമാണ്. ജനിച്ച ദേശത്തു നിന്ന് പോയ ആൾ അവിടെ തന്നെ ആ നാട്ടുകാരുടെ നിർബന്ധത്തിൻ്റെയും ഭക്തിയുടെയും ഉത്സാഹത്തിൻ്റെയും പേരിൽ വിളിച്ച് അദ്ദേഹത്തിന് 90 വയസ്സ് ശരീരത്തിന് തികഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് ഒന്ന് സന്തോഷിക്കുക എന്ന് തോന്നിയല്ലോ നിങ്ങൾ. ഇത് വളരെ അപൂർവമാണല്ലോ. 90 കൊല്ലം. എൻ്റെ കുടുംബത്തിൽ ജനിച്ചവരിൽ ഏറ്റവും അധികം കാലം ജീവിച്ചിട്ടുള്ള ആൾ ഞാനാണ്. പുരുഷോത്തമ സ്വാമി 90 തികയുന്നതിന് മുൻപാണ് ശരീരം വിട്ടുപോയത്. അപ്പോൾ ഇപ്പം എനിക്ക് പറയാം, ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചവരിൽ ഞാനാണ് ഏറ്റവും അധികം കാലം ജീവിച്ചിരിക്കുന്നതെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആശ്രമത്തിൽ പറയും, 90 കൊല്ലോ, എന്താ അത് കഥ, പോരെ എന്നൊക്കെ ചോദിക്കും ഞാൻ. ആ സമയത്ത് എന്താ നിങ്ങളോട് പറയുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങൾ അറിയാത്തതും അറിയേണ്ടതുമായ ചില കാര്യങ്ങൾ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമാനന്ദ സ്വാമിജിയെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള വിലമതിപ്പുണ്ട്, ഒരു മൂല്യാങ്കണം മൂല്യനിരൂപണം. പക്ഷെ നിങ്ങൾ ആരും ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നറിഞ്ഞു കാണില്ല. അത് സംബന്ധിച്ച് ഞാൻ കുറച്ച് പറയാം. എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഈശ്വര വിശ്വാസത്തിലും നാമജപത്തിലുമാണ്. നാട്ടുപുറത്ത് ജനിച്ചവർക്ക് എല്ലാവർക്കും ഈശ്വര വിശ്വാസമുണ്ടാവും. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ക്ഷേത്രമെങ്കിലും ഉണ്ടാവും. ഒരു കുളം ഉണ്ടാവും, അവിടെ ചെന്ന് കുളിക്കുക, ക്ഷേത്രത്തിൽ പോവുക, അങ്ങനെയുള്ളത് എല്ലാ കുട്ടികളും ചെറുപ്പം മുതൽക്ക് ചെയ്യുന്നതാണ്. അന്നൊക്കെ തോർത്തും കൊണ്ട് ഉടുത്തു വന്ന് കുളിച്ച് ആ ഈറനുടുത്തിട്ടാണ് നമ്മുടെ ദേവീക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുക. അപ്പോൾ ഞാൻ കുറച്ച് ചന്ദനമൊക്കെ അരച്ചു കൊടുക്കും. ആർക്ക്? നമ്മുടെ നമ്പൂതിരിക്ക്, ശ്രീധരൻ നമ്പൂതിരി. അദ്ദേഹം ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി പ്രസാദം നൽകും. അതെനിക്ക് പിടിക്കില്ല. ചന്ദനമുട്ടി ഇല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും മേടിച്ച് അരച്ചു കൊടുക്കും. ഈറൻ കൊടുത്തിട്ട് തന്നെ അരയ്ക്കുക. വൈകുന്നേരമായാൽ ഞങ്ങൾ അല്പസ്വല്പം ആ ക്ഷേത്രത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 5 മണി, 5:30 മണി, 6 മണി ആകുമ്പോഴേക്കും കുളി കഴിഞ്ഞ് സഹസ്രനാമ ജപമായി. ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങിയത് നാമജപമാണ്. എന്ത് നാമാ ജപിച്ചത് എന്ന് ചോദിച്ചാൽ നമഃശിവായ ഒരെണ്ണം, രണ്ടാമത് അച്യുതാനന്ദ ഗോവിന്ദ എന്ന് രണ്ടാമത്, മൂന്നാമതോ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ 3 എണ്ണവും ഒരു 108 തവണ ജപിക്കും. എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ സാധാരണ നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ 7 വയസ്സിന് മുമ്പുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 4-5 വയസ്സിലൊക്കെ ഞാനത് തുടങ്ങി കാണണമെന്നാണ്. അധികം താമസിക്കാതെ പെരുക്കപ്പെട്ടിയും കൂടി കൂട്ടത്തിൽ ചെല്ലും. ഇത് രണ്ടും ചൊല്ലിക്കഴിഞ്ഞാലേ വൈകുന്നേരം ഊണ് കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ജപത്തിൽ ആ ഹരേ രാമ വരുമ്പോൾ മനസ്സൊന്ന് ചുളിയും. ഇതെന്താ നീളം കൂടിയതാണല്ലോ. നമഃശിവായ പെട്ടെന്ന് ജപിക്കാം, അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറയണതും ജപിക്കാം. ഹരേ രാമ ജപിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വരും. ഒരു പക്ഷേ ഞാൻ നെറ്റി ചുളിച്ച് കാണും ഹരേ രാമ ജപിക്കുന്ന സമയത്ത്. പക്ഷേ ജപം നിർത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ജപം കൊണ്ട് പോരാ എന്ന് തോന്നി തുടങ്ങി. നമഃശിവായ ഹരേ രാമ അച്യുതാനന്ദ ഗോവിന്ദ ഇങ്ങനെ ഭഗവാന്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം അയ്യോ ഇത് പോരാ, മനസ്സിനൊരു തൃപ്തി വന്നില്ല, പിടിച്ചു നിർത്താനുള്ളതാണെന്ന് തോന്നിയില്ല. അപ്പോഴാണ് 3ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ച് നമ്മുടെ അയൽവക്കത്തിൽ ഉണ്ടായിരുന്ന നാഥമാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി സഹസ്രനാമവും ഇന്ദ്രാക്ഷി സ്തോത്രവും ശിവാപരാധ ക്ഷമാപണ സ്തോത്രവും ഒക്കെ വായിക്കാൻ തുടങ്ങിയത്.
അപ്പം ആ സ്തോത്രം വായിക്കുമ്പോൾ നാമജപത്തിൽ ഇല്ലാത്ത ഒരു ശ്രദ്ധ അതിലുണ്ടായിരുന്നു. ശ്രദ്ധ മാത്രമല്ല, ഒരു സന്തോഷവും. അപ്പോൾ കൊച്ചിലേ തുടങ്ങി ഈ ഈശ്വരവിശ്വാസവും ഈശ്വരനിലുള്ള ആശ്രയവും. തച്ചനാത്തുകാവ് ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം രണ്ടും സ്വയംഭൂവാണ്. അപ്പുറത്ത് ശിവൻ. അപൂർവമായി ഞങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലേക്കും ചെല്ലാറുണ്ട്. ഈ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യമായ ഒരു ഭാഗം. വീട്ടിൽ നാം താമസിക്കുന്നു, അവിടെ ജനനം, മരണം, വിവാഹം, ചികിത്സ ഇതൊക്കെ അവിടെ നടക്കും. പക്ഷേ ക്ഷേത്രത്തിൽ പൂജയും ആരാധനവും വരവും തൊഴിലും മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ പിറന്ന വീട് എങ്ങനെയോ ജീവിക്കുന്ന വീട് എങ്ങനെയോ അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിൽ ക്ഷേത്രത്തെ പറ്റിയും എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഒരു വ്യത്യാസമില്ല. പക്ഷെ ക്ഷേത്രത്തിൽ നമ്മൾ പോയും തിരിച്ചു വരും, വീട്ടിലും പോയി വരാറുണ്ട്. പക്ഷെ വീട്ടിലാണ് താമസം. ഈ 3 നാമങ്ങൾ എൻ്റെ മനസ്സിനെ വളരെയധികം രൂപപ്പെടുത്തി കാണും. നമഃശിവായ എന്ന് പറയുന്നതിൽ ശിവന് നമസ്കാരം എന്നാണ്. അച്യുതാനന്ത ഗോവിന്ദ എന്ന് പറയുന്നത് അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ എന്ന 3 ശബ്ദവും ഈശ്വര സൂചകമാണ്. അച്യുതൻ എന്നുള്ള വാക്കിന് ഒരിക്കലും തോൽക്കാത്തത്, ച്യുതിയില്ലാത്തത് എന്നർത്ഥമാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തവൻ, ആ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമാണ്, മോക്ഷദാതാവ് എന്നും കൂടിയുണ്ട്. അപ്പം അന്ന് മുതൽക്ക് ജപിച്ചു വന്ന നാമങ്ങളുടെ വിശേഷം ആലോചിച്ച് നോക്കൂ. ആരാ പറഞ്ഞിട്ടുണ്ടാവുക? അമ്മയാവും പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ ജപിക്കാൻ. പിന്നെ ഹരേ രാമ, അത് നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. ആ ഹരേ രാമയല്ലേ ഇപ്പോൾ ഇവിടെയും കിടന്ന് കളിക്കുന്നത്. ഞാൻ കേരളത്തിൽ പലയിടത്തും ജ്ഞാനയജ്ഞം നടത്തുമ്പോൾ അവസാനത്തെ ദിവസം ഒരു നാമസങ്കീർത്തന പദയാത്ര നടത്തും. ആ പദയാത്ര തെരുവുകളിലൂടെയാവും, പ്രധാനപ്പെട്ട തെരുവുകളിലൂടെ ഹരേ രാമ ജപിച്ചുകൊണ്ടാണ് പോവുക. കലിസന്ധരണോപനിഷത്തിൽ ഹരേ രാമ എന്ന നാമത്തെപ്പറ്റി പ്രത്യേകിച്ചും പറയുന്നുണ്ട്. അത് 45 കോടി ജപിച്ചാൽ മനുഷ്യന് മോക്ഷം കിട്ടുന്നു. അപ്പം 45 കോടി ജപിക്കാൻ ഇന്നാൾ ഞാൻ കണക്കാക്കാൻ പറഞ്ഞ് കണക്കാക്കി അരവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മറന്നുപോയി. ഓർമ്മയുണ്ടോ അരവിന്ദന്? മറന്നോ? അത്ര സമയം വേണമെന്ന്. അപ്പം അത്രയും നിങ്ങളുടെ ശരീരത്തിൽ രക്തം വരെ മാറിക്കളയും. ഈ ജപത്തിൻ്റെ ദീർഘം അത്രയുണ്ട്. അപ്പം ആ 3 ജപങ്ങളും വളരെ മുറുക്കി പിടിച്ചു. അപ്പം അമ്മ കാലത്ത് പോകുമ്പോൾ ഈ ജപമൊക്കെ ഈശ്വര വിചാരമൊക്കെ മനസ്സിൽ വരുമല്ലോ. അമ്മ എന്നോടൊരു കാര്യം പറയുണ്ടായി. അതേ, പല്ല് തേച്ചിട്ടേ നാമം ജപിക്കാൻ പാടുള്ളൂ ഈശ്വര വിചാരം. ഓ, അമ്മ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഓർക്കുമ്പോൾ തന്നെ ഈശ്വരൻ്റെ പേര് വരും. അമ്മ ജപിക്കരുത് എന്ന് പറയണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ജപിക്കരുതെന്നാണ് പറയണേ? ഈശ്വരൻ്റെ നാമം. അപ്പോൾ നാമം വന്നില്ലേ? അപ്പം അമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു ജപിക്കരുതെന്ന്. അത് വിചാരിക്കുമ്പോഴേക്കും ഈശ്വരൻ മനസ്സിൽ വരികയായി. അന്ന് തുടങ്ങിയതാണ് എൻ്റെ മനസ്സിൽ ഒരു വൈരുദ്ധ്യം. അമ്മ ജപിക്കരുതെന്നാണ് പറയണത്. അത് ഓർക്കുമ്പോൾ ജപമായില്ലേ? ഇപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. ആരും അന്ന് നമ്മളെ നയിക്കാനില്ല. അതങ്ങനെ അങ്ങോട്ട് വളർന്നു വന്നു. നമ്മൾക്കിവിടെ കൂട്ടുകാരായി ഈ ഗ്രാമത്തിലുള്ള ഗൃഹങ്ങളിലുള്ള ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരോട് കൂടിയൊക്കെ ഞാൻ കളിക്കാറുണ്ട്, പെരുമാറാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ടെങ്കിലും എൻ്റെ അനുഭവം ഒന്ന് വിശേഷപ്പെട്ടതാണ്. ആരിലും ഞാൻ ആത്മാർത്ഥത കണ്ടിട്ടില്ല. ഒരൊറ്റ ആൾക്കെങ്കിലും വേണമല്ലോ ആത്മാർത്ഥത. അതിപ്പോൾ പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് പറ്റില്ല. കുട്ടികൾ ഒന്നിച്ചുകൂടി പ്രധാനമായ ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വന്നു, അത് അപൂർവമാണെന്ന് വരുമ്പോൾ അതിനുള്ള ഒരു തയ്യാറ് എല്ലാവരിലും ഞാൻ കാണാണ്ടായില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാഴ്ച നിർണായക ഘട്ടങ്ങളിൽ വേണ്ട ഉത്സാഹമോ തീർപ്പോ പങ്കാളിത്തമോ ഇല്ലാത്തൊരു നിലപാട് നമ്മൾ ചങ്ങാതിമാരായി പെരുമാറുമ്പോൾ അത് ശരിയല്ലല്ലോ. അത് വളരെയധികം മനസ്സിന് നിരാശ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് 2 വിഷയം ഇഷ്ടമുള്ളൂ, ഇംഗ്ലീഷും സംസ്കൃതവും. വേറെ ഒരു സബ്ജക്റ്റും എനിക്ക് പിടിക്കില്ല. ഞാൻ മുതിർന്നൊക്കെ കഴിഞ്ഞ് കൽക്കത്തയ്ക്ക് പോയതിന് ശേഷവും കൂടി എൻ്റെ ജ്യേഷ്ഠൻ ചാർലസ് ഡിക്കൻസിൻ്റെ നോവൽ ഒരു രാത്രി കൊണ്ട് വായിച്ചു തീർത്തു.
ഞാനൊന്ന് വായിക്കാൻ പുറപ്പെട്ടിട്ട് 200 പേജ് വായിച്ചിട്ട് ഞാൻ അവിടെ താഴ്ത്തിട്ടു. എനിക്കതിൽ വായിക്കാനോ ഗ്രഹിക്കാനോ ഇഷ്ടമായിട്ടോ ഒന്നും തോന്നിയില്ല. അങ്ങനെ ഒന്നും വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു. അന്നൊക്കെ അയിത്തമുള്ള കാലമാണ്. അപ്പോൾ സഹപാഠികളോട് കൂടെ ഇരുന്ന് ഇട്ടൂപ്പ് ഇങ്ങനെയുള്ള ചങ്ങാതിമാർ അവിടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കും. ക്ലാസ് കഴിഞ്ഞാൽ അവരായിട്ട് ഒരു ബന്ധവുമില്ല, കാണുപോലുമില്ല, കൂടെ നടക്കലുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ബെഞ്ചിൽ കൂടെ ഇരുന്ന് പഠിക്കും, അത് കഴിഞ്ഞ് പുറത്ത് പോയാൽ ഈ ആളെ കാണുകയേ ഉണ്ടാവില്ല. അയിത്തത്തിൻ്റെ കാലമാണ്. വല്ലാത്തൊരു കാഠിന്യമാണത്. മനസ്സ് അശാന്തമാണ്. എന്താ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ആവശ്യപ്പെട്ടത് കിട്ടിയില്ല, ആശ അങ്ങനെ ഒന്നും ഇല്ലതാണ്. എൻ്റെ വലിയ ഒരു ചോദ്യം, ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നതാണ് എൻ്റെ മനസ്സിനെ പിടിച്ച ഒരു ചോദ്യം. ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്താണ് മനസ്സിനാണ്? അപ്പം മനസ്സിന് പറ്റിയിട്ടുള്ള ഒരു താങ്ങോ ഒരു രസകരമായിട്ടുള്ളതോ ഒന്നോ കാണാത്തത്. ഞങ്ങൾ സഹസ്രനാമവും സ്തോത്രങ്ങളുമെല്ലാം നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലുള്ള ഉയർന്ന മണ്ഡപത്തിൽ, നമസ്കാര മണ്ഡപത്തിൽ ഇരുന്ന് ചൊല്ലാറുണ്ട്. അത് ചൊല്ലുമ്പോൾ വളരെ സന്തോഷവും രസവുമായിരുന്നു. വേണ്ടതുപോലെ താമസിയാതെ കാണാപ്പാഠം പഠിച്ചു. ആ കാണാപ്പാഠം പഠിച്ച സഹസ്രനാമമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാനിപ്പോൾ പ്രതിദിനം എണീറ്റാൽ ആദ്യം ചൊല്ലുന്നത് സഹസ്രനാമമാണ്. അപ്പോൾ കുറേയൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ മുഴുവനും പറയാനായിട്ടില്ല. എപ്പോൾ ആവുന്നുള്ളത് പറയാൻ പറ്റില്ല. സ്തോത്രങ്ങൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നിയത്. സഹസ്രനാമത്തിലൊക്കെ നാമങ്ങളാണല്ലോ, അതിൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ചെറുപ്പമാണ്. അപ്പോൾ സ്തോത്രങ്ങൾ ചൊല്ലും. അതിൽ ചിലതൊക്കെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? പറയട്ടെ. ശിവാപരാധ ക്ഷമാപണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്, ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളതാണ്. ആ സ്തോത്രം ചൊല്ലുമ്പോൾ പലതും ചൊല്ലും. അതിലൊക്കെ എനിക്ക് അത്ര ഇഷ്ടമില്ല. അവസാനം ആയുർവർഷശതം നൃണാം പരിമിതം രാത്രൗതദർദ്ധം ഗതം തസ്യാർദ്ധസ്യ പരസ്യ ചാർദ്ധമപരം ബാലത്വവൃദ്ധത്വയോ ശേഷം വ്യാധിവിയോഗ ദുഃഖസഹിതം സേവാദിഭിർനീയതേ ജീവേ വാരിതരംഗബുദ്ബുദസമേ സൗഖ്യം കുതഃ പ്രാണിനാം. ഈ ഭാഗം ഇങ്ങോട്ട് വരുമ്പോൾ രോമാഞ്ചം ഉണ്ടാവും. എല്ലാം കൂടി മനുഷ്യന് 100 വയസ്സ് ആയുസ്സാണ്. പകുതി ഉറങ്ങിപ്പോവും. പിന്നെ അതിൻ്റെ ഒരു ഭാഗം ചെറുപ്പമായിട്ടും വാർദ്ധക്യത്തിലും കഴിഞ്ഞുകൂടും. പിന്നെ പങ്കുവെച്ച് ബാക്കി എന്തുണ്ട്? അതിൽ പല വിധത്തിലുള്ള വ്യാധി, ദുഃഖം, ദുരിതം, ഇഷ്ടപ്പെട്ടവരോട് വേർപാട്, പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കണം, ഇങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ വാരിതരംഗ ബുദ്ബുദ സമേ ജീവേ, തടാകത്തിലോ പൊയ്കയിലോ ഒക്കെ ഉണ്ടാകുന്ന കുമിളകളുണ്ടല്ലോ, അതുപോലെയാണ് ഈ ജീവിതം. സൗഖ്യം കുതഃ പ്രാണിനാം. പ്രാണികൾക്ക് എവിടെയാണ് സൗഖ്യം എന്നാണ് ചോദിക്കുന്നത് ശങ്കരാചാര്യൻ. ഈ വരി അങ്ങോട്ട് വായിക്കുമ്പോൾ അന്ന് അർത്ഥം മനസ്സിലായി കാണില്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ അറിയുകയും ചെയ്യാം. വളരെ ഒരു തവണയല്ല, ഒന്നിലധികം തവണ ചൊല്ലും. കിം വാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്ര മിത്രപശുഭിഃ ദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതക്ഷണഭംഗുരം സപതിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യതോ ഭജമന ശ്രീപാർവതി വല്ലഭം. എന്താ അത്? ലോകത്തിലുള്ള ഒരു സാധനം കൊണ്ടും എന്താ പ്രയോജനം എന്നാ ചോദിക്കുന്നത്. കുതിര, ആന, പശു, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അതുപോലെ കല്യാണം കഴിച്ച് ഭാര്യ, കുട്ടികള്, ബന്ധുക്കള്, ദേഹം കൊണ്ടും വീട് കൊണ്ടും എന്താണ് പ്രയോജനം? ഈ കാണുന്നത് മുഴുവനും ക്ഷണഭംഗുരമാണ്. അതുകൊണ്ടല്ലേ മനസ്സേ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? മനസ്സേ, ഇന്നാളൊരാളോട് പറഞ്ഞു, മനസ്സിനോട് വിളിച്ചിരുന്നത് പറയൂന്ന്. അവർ പറയുമ്പോൾ സമാധാനം ഉണ്ടോ?
അവരുടെ മനസ്സ് നിൽക്കണില്ല അത്ര. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, മനസ്സിനെ വിളിക്കൂ. എടോ മനസ്സേ, എപ്പോഴും നീ ഇങ്ങനെ ഓടി നടക്കണം, കുറച്ച് നേരം ഒന്നും മിണ്ടാണ്ടിരുന്നില്ല, എൻ്റെ ഇഷ്ടമുള്ളത് ചെയ്യാൻ സഹായിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടാക്കണമെന്നാണ് പറയണേ. സപതിരേ ത്യാജ്യം മനോ ദൂരത, ഇതെല്ലാം ദൂരത്തിൽ വലിച്ചെറിഞ്ഞ് സ്വാത്മാർത്ഥം ഗുരുവാക്യതോ ഭജമന ശ്രീപാർവതീ വല്ലഭം, പാർവതീ വല്ലഭനായിരിക്കുന്ന പരമേശ്വരനെ മുക്തിക്ക് വേണ്ടി ഭജിക്കൂ. ഇതങ്ങോട്ട് വായിക്കുമ്പോൾ എന്താണ് സന്തോഷം. അന്നും അർത്ഥം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരുന്നില്ല. പക്ഷെ ആ അന്തിമ വരികൾ വളരെയധികം സന്തോഷം നൽകും. പക്ഷേ മനസ്സിലുള്ള വൈരുദ്ധ്യം നിൽക്കാതെ തുടർന്നു. എന്താ, എന്തിനും ഒന്നിനും ഒരു താല്പര്യം വയ്ക്കാൻ പറ്റുന്നില്ല. ഈ മനസ്സിലുള്ള ഈ രസക്കേട് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അതുണ്ട് എന്നുള്ളത് അറിയാം. അവിടുന്ന് അങ്ങനത് പറയാനോ ചോദിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. നമ്മുടെ ഈ നാദമാഷയുടെ മകൻ നാരായണസ്വാമി എന്നേക്കാൾ പ്രായം കൂടും. രാമൻ ഏതാണ്ട് ഞങ്ങൾ സമവയസ്കരാണ്. ആ നാരായണസ്വാമി ഞാനും കൂടിയിട്ട് അവരുടെ മാവിൻ്റെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നാരായണസ്വാമി, എനിക്ക് ഒന്നിനും ഒരു താല്പര്യമുണ്ടല്ലോ, മനസ്സ് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഒന്നും കാണാനില്ല. ഓ ഡോ, അത് വൈരാഗ്യമാണ്. വൈരാഗ്യം ഉണ്ടെങ്കിൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അമ്പാ, അപ്പോൾ എനിക്കുള്ളത് വൈരാഗ്യമാണോ? അതിന് മോക്ഷമാണോ ഫലം? ഇതാ, അതൊരു പുതിയ ഒരു ഉദയമായിരുന്നു. വൈരാഗ്യത്തിന് മോക്ഷമാണത്രേ സമ്മാനം. ഒന്നും താല്പര്യമില്ല. അമ്മയോട് ഞാൻ പറയണ്ടായി, ഈ ദേവീക്ഷേത്രത്തിൽ ചെന്ന് തൊഴുന്നുണ്ടല്ലോ ദിവസേന, എന്താ അമ്മയെ ദേവിയോട് പറയാന്ന്. അപ്പം അമ്മ പറഞ്ഞു തന്നു, ഞാൻ ചെയ്തിട്ടുള്ള പാപം, എൻ്റെ പാപവും പുണ്യവും രണ്ടും ഏറ്റെടുത്ത് എനിക്ക് മോക്ഷം തരുമെന്ന്. പാപം പുണ്യം എന്ന് കഷ്ടിച്ച് കേട്ടിട്ടുണ്ട്, മോക്ഷം എന്നുള്ളത് കേട്ടിട്ടില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇവിടെ കുട്ടികൃഷ്ണവാര്യരെന്ന് ഒരു വാര്യരുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനടുത്ത് മൂലയ്ക്കിൽ, ഏത് മൂല, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ. അദ്ദേഹം ബ്രഹ്മചാരിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, താടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും ശാസ്ത്രങ്ങൾ പുരാണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ കുട്ടീശ്വരൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പാർലിക്കാടായിട്ടുള്ള എൻ്റെ സഹവാസത്തിനെ പറ്റി പറയാം നിങ്ങളോട്, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? എന്നിട്ട് കുട്ടീശ്വരനോട് ചോദിച്ചു, എനിക്ക് കൃഷ്ണൻ്റെ സ്തുതികളും വിഷ്ണുവിൻ്റെ സ്തുതികളും ഒക്കെയാണല്ലോ ചൊല്ലുന്നത്, ഈ ദേവീക്ഷേത്രത്തിൽ ചെന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ദേവിയോട് പറയാമെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അംബ സുരഭികദംബ ലളിതകദംബ, സുരഭികദംബ ലളിതകദംബ ലംബാലക നിഗുരുംബ വിതരതു ബിംബാധരാകരാലംബം. എനിക്കൊരർത്ഥവും മനസ്സിലായില്ല. അന്ന് മുതൽക്ക് അത് പറയാൻ തുടങ്ങി. എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല അത്, എന്നാലും അത് പറഞ്ഞു. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് കരാലംബമാണ്. എനിക്ക് കരാലംബം മാത്രം തരൂന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ ആവണം എൻ്റെ ജീവിതത്തിൽ എന്നെ നയിച്ചത്. പക്ഷേ വലിയൊരു പക്ഷേയാണത്. എൻ്റെ പ്രബലമായ ഈശ്വര വിശ്വാസവും ഈശ്വരനിലുള്ള ആശ്രയവും എനിക്ക് മനസ്സിന് സമാധാനം നൽകിയില്ല. ജീവിതത്തിലൊരു താല്പര്യമോ ഉത്സാഹമോ തോന്നിയില്ല. അതിന് കാരണം ഞാൻ അറിഞ്ഞിടത്തോളം പെട്ടെന്നൊന്നോട്ടില്ലേനു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പുരുഷോത്തമ സ്വാമിജി കൽക്കത്തയിൽ നിന്ന് വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നമുക്ക് വീട് പൊളിച്ച് പണിത് പുതിയതാക്കണമെങ്കിൽ ആക്കാം. അല്ല, അച്ഛൻ എന്തെങ്കിലും ഭൂമിയാണോ വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട് കെട്ടണ്ട, ഒരു ഭൂമി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് മേടിക്കാം. അങ്ങനെയാണ് കൊരവൻകുഴി നാരായണൻ നായരുടെ അടുത്ത് നിന്ന് ആ കളകൃഷി മേടിച്ചത്. ആ കളകൃഷി മേടിച്ചതോടുകൂടി നമ്മളാരും കൃഷിക്കാരല്ലല്ലോ. ഒരു കൊല്ലം കൊണ്ട് ഞാൻ കൃഷി പൂർണ്ണമായി പഠിച്ചു. അന്ന് പോത്തുകളും മൂരികളും പശുക്കളും എരുമയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, ധാരാളം സ്ഥലം അടുത്ത് തേക്കും പറമ്പൊക്കെയാണ്. അപ്പോൾ മേച്ചിക്കാരനോട് പറയും, താൻ പൊക്കോളുക, 5 മണി 5:30 മണിയായാൽ പോവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവരെ ഒരു സന്ധ്യ വരെ ഈ കന്നുകാലികളെ തീറ്റിച്ചിട്ട് അകത്തേക്ക് ആക്കും.
എൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷവും താല്പര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ കന്നുകാലികളെ തീറ്റിക്കുന്ന സമയത്ത് ഗീതാഗോവിന്ദത്തിൽ നിന്നുള്ള അഷ്ടപതിയാണ് ഞാൻ ചൊല്ലുക. ഉറക്കം ചൊല്ലിക്കൊണ്ട് അവർ തീറ്റിക്കും, അവർ വാലാട്ടി തിന്നും. അതൊക്കെ വിട്ട് കൊൽക്കത്തയ്ക്ക് പോയി. കൊൽക്കത്തയ്ക്ക് പോയത് ഉദ്യോഗാർത്ഥമാണല്ലോ സഹോദരന്മാർ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ സംസ്കൃതമൊക്കെ എടുത്ത് അവിടെ മൂടിക്കെട്ടി വെച്ചു. ഇനി നമുക്ക് ആവശ്യം ഇംഗ്ലീഷാണ്. ഈ സംസ്കൃതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതിനായി താല്പര്യം. അവിടെ ചെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വായന്ന് ഇംഗ്ലീഷ് വരില്ല. അപ്പോൾ ഞാൻ പാർക്കിൽ പോയപ്പോൾ ഒരു ബംഗാളി കുട്ടിയെ കണ്ടു. എന്തോ കാരണത്താൽ പരസ്പരം സംസാരിച്ചു. അങ്ങോർക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിപ്പിക്കില്ല ഇംഗ്ലീഷ് അല്ലാതെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളായി എന്ന് തോന്നുന്നു. ഇതിന് സംസാരിക്കാൻ തുടങ്ങി. എന്തിനു പറയണു, 1 മാസം 1.5 മാസം കഴിയുമ്പോഴേക്ക് എൻ്റെ ഇംഗ്ലീഷ് സംസാരം തുടങ്ങി. അദ്ദേഹത്തിനെ ഞാൻ അതിൽ പിന്നെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഞാൻ ഉദ്യോഗാർത്ഥമാണ് കൽക്കത്തയ്ക്ക് പോയത് എന്നുണ്ടെങ്കിലും ഞാൻ പോയി അധികം താമസിക്കാതെ എൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ ഗുരുദേവന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം 1 മാസം അവിടെ താമസിച്ചു. നമ്മുടെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീക്ഷ എടുത്തു. അപ്പോൾ അദ്ദേഹം അവിടെ വന്ന് 1 മാസം താമസിച്ചതിൻ്റെ പേരിൽ എനിക്ക് പല സംഗതികളും കാണാനും കേൾക്കാനും ഗ്രഹിക്കാനും സാധിച്ചു. നമ്മളൊക്കെ ഇവിടെ ഈശ്വര വിശ്വാസത്തിൽ വളർന്നവരാണ്. കുറച്ച് വെളിച്ചപ്പാട് എന്നുള്ളതിൽ ഇങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഇടയിൽ മോക്ഷം ബ്രഹ്മജ്ഞാനം, ഇതെന്താ അത് ബ്രഹ്മജ്ഞാനം, മോക്ഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ചാ വിഷയമായി. അദ്ദേഹം താമസിച്ചു പോയി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് എൻ്റെ മനസ്സിന് ഏകാഗ്രതയില്ലല്ലോ, അതെങ്ങനെയാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഞാൻ സന്ധ്യാവന്തനം ചെയ്ത് ജപിക്കുന്നതൊക്കെ അദ്ദേഹം കണ്ടു. വലിയ ഇഷ്ടമായി, പുറത്തൊക്കെ തട്ടി. എന്നിട്ട് പറഞ്ഞു, നീ ചെറുപ്പല്ലേ, വളരെ ചെറുപ്പമാണല്ലോ, ഇപ്പം തന്നെ വേണോ എന്ന് പറഞ്ഞിട്ട് വിട്ടു. കോൺസെൻട്രേഷൻ ഇപ്പം തന്നെ പരിശ്രമിക്കാൻ പറ്റില്ല എന്നാണോ പറയണത്, ശരിയെന്നും പറഞ്ഞു മിണ്ടാണ്ടിരുന്നു. അദ്ദേഹമായിട്ട് എഴുത്തുകുത്ത് നടത്തിക്കൊണ്ടിരുന്നു ഞാൻ. അദ്ദേഹത്തെ കണ്ടത് മുതൽക്ക് ആ മനസ്സമാധാനം എന്നൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇല്ല എന്നുള്ളത്, ആ അധ്യായത്തിനൊരു മാറ്റം വന്നു. വലിയ ഇഷ്ടമായി. എന്തോ തേടി നടക്കുന്ന ഒരു സംഗതി അടുത്തുപെട്ടു. ഈ ശ്ലോകത്തിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറഞ്ഞില്ലേ, സ്വാത്മാർത്ഥം ഗുരുവാക്യതോ ഭജമനഃ എന്നാണ് പറയണത്. ഗുരുവിൻ്റെ വാക്യം കേട്ട് ഈശ്വരനെ ഭജിക്കൂ, പരമേശ്വരനെ. ഒരു പക്ഷേ അതായിരിക്കാം കാരണം. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. ഈശ്വരൻ്റെ സ്ഥാനത്ത് ഞാൻ നമ്മുടെ ബാബാവിനെ പിടിച്ചിരുത്തി. ഒരൊറ്റ ആളെ സ്തുതിക്കൂല്ല, ആരാധിക്കൂല്ല അന്ന് മുതൽക്ക്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ദീക്ഷ മേടിച്ചു. ആ ദീക്ഷ കിട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് ഒന്നും വായിക്കാൻ പറയരുത്, ഞാൻ സാധന ചെയ്ത് സാക്ഷാത്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അങ്ങ് തന്നിട്ടുള്ള ദീക്ഷയെ ഞാൻ വളരെ പ്രബലമായി പിടിച്ച് നല്ല പോലെ സാധന റെഗുലറായിട്ട് ചെയ്യാം പതിവായി. വായിക്കാൻ പറയരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ശരി, വായിക്കേണ്ട സമയത്ത് ആ പുസ്തകം നിൻ്റെ മേശയിൽ വന്നോളൂ എന്നും പറഞ്ഞു. ഈശ്വരൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഗുരുദേവനെയാണ് പിടിച്ചിരുത്തിയത്. അദ്ദേഹത്തിനെ കണ്ടു, പലതും അദ്ദേഹം ചെയ്യുന്നത് കണ്ടു. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പലതും മനസ്സിലായി. ദീക്ഷ മേടിച്ചതിന് ശേഷം അടുപ്പം കൂടുമല്ലോ. അപ്പോൾ ഞാൻ കൽക്കത്തയിൽ നിന്ന് ലീവ് എടുത്ത് വെള്ളിയാഴ്ചയോ മറ്റും പോവും. ശനി ഞായറും അവിടെ ചിലവ് ചെയ്ത് ഞായറാഴ്ച വൈകുന്നേരം മടങ്ങി വരും. അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ വേണ്ടാണ്ട് സംസാരിക്കൊന്നുമില്ല, ചോദിച്ചാൽ അതിന് മറുപടി പറയുക, അത്രയേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ വലിയ ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടതാണ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അർജുനൻ പറയാണ്, മനസ്സ് വളരെ ചഞ്ചലമാണ്, പ്രബലമാണ്, അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല.
വായുവിനെ പിടിച്ചു നിർത്തുന്നത് പോലെയാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നത്. ഓ, ഇങ്ങനെയാണോ മനസ്സ് എന്ന് തോന്നി. ഭഗവത്ഗീതയിലുള്ള ഒരു ശ്ലോകമാണ്. പിന്നെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, യദഹങ്കാരം ആശ്രിത്യ നയോസ്യ ഇതി മന്യസേ മിഥ്യേഷം വ്യവസായസ്തേ പ്രകൃതി സ്വാം നിയോക്ഷ്യതി. എന്താ അത്? അഹങ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നീ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ, ഈ പറച്ചല് മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. പ്രകൃതിയുടെ ഗുണങ്ങളാണ് എല്ലാവരെയും പ്രബലമായി സ്വാധീനിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ആ പ്രകൃതി തന്നെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ആ ഒരൊറ്റ ശ്ലോകം അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു, നല്ലോണം നോക്കി മനസ്സിലാക്കി. ആ ഒരൊറ്റ കാര്യം, മനുഷ്യൻ അഹങ്കരിച്ച് ഒരു കാര്യവും ചെയ്യില്ലെന്നോ ചെയ്യുമെന്നോ രണ്ടും പറയരുത്. വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ ലോകത്തിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ അവശോഹിതം. ഇത് 18-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയണതാണ്. മൂല്യപ്രദമായ പൂർണ്ണമായ ചില ശ്ലോകങ്ങളുണ്ട്. ഓരോരുത്തരും അർജുന അവൻ്റെ പ്രകൃതിയാൽ ബന്ധിതനാണ്. ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും എല്ലാമായി ഒരു പ്രകൃതി ഉണ്ടാവും. ആ പ്രകൃതി നമ്മളെ ബന്ധിക്കുന്നു. അതിൽപ്പെട്ട് ഞാൻ ചെയ്യാൻ ഇച്ഛിക്കാത്തതെന്തോ പ്രകൃതി സ്വാം നിയോക്ഷ്യതി, പ്രകൃതി നമ്മളെ നിർബന്ധിക്കുന്നു. അപ്പം എല്ലാ പ്രവൃത്തിയും പ്രകൃതിയാണ് ചെയ്യിപ്പിക്കുന്നത്. അതൊരു പിടിവാശിയുടെ ആവശ്യമോ ഒരു മോഹത്തിൻ്റെ ആവശ്യമോ ഒരു ഭയത്തിൻ്റെ ആവശ്യമോ ഇഷ്ടാനിഷ്ടങ്ങളുടെ ആവശ്യമോ ഇല്ല എന്നിങ്ങനെ വളരെയധികം ആലോചിച്ച് ഞാൻ മനസ്സിലാക്കി. നമ്മൾ ജീവിക്കണം. എങ്ങനെയാണ് ജീവിക്കുക? ജ്ഞാനം കിട്ടിയിട്ട് ജീവിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞതാണ്. ഇത് അഷ്ടാവക്ര സംഹിതയിലുള്ള ഒരു ശ്ലോക. യഥാ യത് കർത്തുമായാതി തഥാ തത് കുരുതേ ഋജു ശുഭം വാപ്യശുഭം വാപി തസ്യ ചേഷ്ടാഹി ബാലവതി. ഒരു കുട്ടിയെ പോലെ ജീവിക്കൂ. എന്തെല്ലാം എപ്പോഴെല്ലാം ചെയ്യാനായി വരുന്നുണ്ടോ അത് ചെയ്തു കളയൂ. അത് ശുഭമാകട്ടെ അശുഭമാകട്ടെ ഒരു കുട്ടിയെപ്പോലെ ചെയ്തു തീർക്കുന്നതിലാണ് ജീവൻ മുക്തി. ഈ 4 ശ്ലോകമാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൽ എനിക്ക് വേണ്ടത് സർവസ്വവും ഉണ്ട്. അതിന് വേറെ ഒന്നും ആവശ്യമില്ല. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ശരിയായ ഒരു തത്വജ്ഞാനി എന്താ ചെയ്യുക? എല്ലാം വിട്ടുപോയി കാട്ടിൽ ഒറ്റയ്ക്ക് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയോ എന്താ വേണ്ടേ? ഒരാളെ പറ്റിയാണ് ചോദിച്ചത്. ആ ആൾ ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെയും പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല, എന്നാലും ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞേ? ജ്ഞാനം എന്ന് പറയുന്നത് വളരെ ഏറ്റവും മനോഹരവും രസകരവുമാണ്, ആനന്ദപ്രദമാണ്. അത് കേൾക്കാൻ കൊതിക്കുന്ന പലരും ഉണ്ടാവും, ജിജ്ഞാസുക്കൾ, ഭക്തന്മാർ. അവരുടെ ആ അഭിലാഷം അനുവദിച്ചുകൊണ്ട് അവരോട് ഈ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഒരു ജ്ഞാനി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൗത്യം. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി മിണ്ടിയില്ല ഞാൻ. കൊല്ലം ഒരു 1.5-2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മുണ്ടകോപനിഷത്ത് മേശപ്പുറത്തുണ്ടായിരുന്നത്. അത് ഞാൻ വായിച്ചു. സംസ്കൃതത്തിലാണല്ലോ അതിൻ്റെ മൂലം. അത് വായിച്ചതോടുകൂടി ഞാൻ ഉപേക്ഷിച്ച് പോയ സംസ്കൃതം രണ്ടാമത് സ്വീകരിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപനിഷത്തുകളും ബാക്കി പല പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ കൽക്കത്തയിൽ വെച്ച് വായിച്ചു. വിവേകാനന്ദ സ്വാമിജിയുടെ ബയോഗ്രഫി വായിച്ചു, ബൈ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഡിസൈപ്പിൾസ്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ വിവേകാനന്ദ സ്വാമി വളർന്നത് ഏതാണ്ട് ദശാബ്ദങ്ങൾ മുൻപാണ്. ലോകം വളരെ പരിഷ്കൃതമായിരിക്കണം. അന്നത്തെ പോലെ അദ്ദേഹം നടന്ന മാതിരിയോ അഭിലഷിച്ച മാതിരിയോ ഇന്ന് നടക്കുമോ? ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെയുള്ള ആലോചന വന്നു എൻ്റെ മനസ്സിൽ. അതിനൊക്കെ ഞാൻ ശരിയായ മറുപടി കണ്ടുപിടിച്ച്, ശാസ്ത്രം വായിച്ചിട്ടും മറ്റു പ്രകാരത്തിൽ കണ്ടുപിടിച്ച് മറുപടിയൊക്കെ കിട്ടിയിട്ടാണ് സന്യസിച്ചത്.
ശാസ്ത്രപഠനം കാര്യമായി തുടർന്നു. ട്രാമിൽ പോകുമ്പോഴൊക്കെയാണ് പുസ്തകങ്ങൾ വായിക്കുക. ട്രാം അങ്ങനെ അനങ്ങില്ലല്ലോ, റെയിലിൻ്റെ മുകളിൽ നീങ്ങണതല്ലേ. അപ്പോൾ നമുക്ക് നിന്ന് വായിക്കാനോ ഇരുന്ന് വായിക്കാനോ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല, നിൽക്കാനാണേ പറ്റുള്ളൂ. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വായിച്ച് ഈ ശാസ്ത്രപഠനം സാധനയെയും സാധന ശാസ്ത്രപഠനത്തെയും പരസ്പരം ആലിംഗനം ചെയ്ത് ഉത്സാഹപ്പെടുത്തി തുടങ്ങി. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ എൻ്റെ മനസ്സും ഹൃദയവും ഇങ്ങനെ പറക്കാനാ തുടങ്ങി. പറന്ന് ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദപാദനാണ്. ഗോവിന്ദപാദൻ്റെ ഗുരു ഗൗഡപാദനാണ്. ചിലർ പറയുന്നു ഈ ഗൗഡപാദനും ഗോവിന്ദപാദനും ഒക്കെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. ഗുരുവും ശിഷ്യനും അങ്ങനെ ഒരുമിച്ച് ജീവിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം മാണ്ഡൂക്യ ഉപനിഷത്തിന് കാര്യം എഴുതിയിട്ടുണ്ട്. ആ മാണ്ഡൂക്യ ഉപനിഷത്ത് വളരെ വിശേഷം. അത് പ്രോസിലാണ്, വാചക രൂപത്തിലാണ്. അതിൽ 7ാമത്തെ മന്ത്രമാണ് മകുട ചൂടാമണി. എന്താ അത് കേൾക്കണോ നിങ്ങൾക്ക്? നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഹനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. കഴിഞ്ഞു കാര്യം. നമ്മുടെ ഇന്ത്യയുടെ സർവസ്വം ഉണ്ട് അതിൽ. ഈ വിവരിക്കുന്ന ആത്മാവിനെയാണ് അറിയേണ്ടത്. അപ്പോൾ ഒക്കെ വളരെ ചുരുക്ക രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരികയിൽ ഇദ്ദേഹം 4 പ്രകരണങ്ങളായിട്ടാണ്. ആഗമപ്രകരണം, അദ്വൈത പ്രകരണം, മിഥ്യ വൈദഗ്ധ്യ പ്രകരണം, അനാഥശാന്തി പ്രകരണം, 4 പ്രകരണമാണ്. അതിൽ അവസാന സമയത്ത് അദ്ദേഹം 2 ശ്ലോകം എഴുതിയിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ നിർണായകം. നിങ്ങൾക്ക് കേൾക്കണോ അത്? നിസ്തുതിർ നിർനമസ്കാരോ നിസ്വധാകാരയേവ ച ചലാചല നികേതശ്ച യതി യാദൃച്ഛികോ ഭവേ. വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഗ്രഹിച്ചോ? തൻ്റെ ഉള്ളിൽ ദേഹമല്ലാത്തൊരു പൊരുളുണ്ടെന്ന് മനസ്സിലായോ? ദേഹം ദ്രവ്യമാണ്, ജഡമാണ്. ആ ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേതനാത്മകമായ ഉൾവ്യക്തിത്വത്തിൻ്റെ പ്രേരണയോ വിനിയോഗമോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഉള്ളിലിരിക്കുന്ന ചേതനയാണ് നമുക്ക് കയ്യിലാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും. അതുകൊണ്ടാണ് ജീവിതം സഫലമാവുക, പൂർണ്ണമാവുക. ഇത് നല്ല പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുവൻ എന്തു വേണം? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരുവൻ എന്തു വേണം? നിസ്തുതി നിർനമസ്കാര നിസ്വധാകാരയേവ ച. 33 കോടി ദേവന്മാരുണ്ട്, ഒരൊറ്റ ആളെ സ്തുതിക്കരുത്, നിർത്തൂ. നിർനമസ്കാര. ഒരു ഈശ്വരനെയും ഒരു സ്ഥലത്തും ചെന്ന് നമസ്കരിക്കണ്ട. എല്ലാ ദിക്കിലുമുള്ള ഈശ്വരനെ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ നമസ്കരിക്കും. അത് അറിവിലൂടെ പറ്റൂ. അച്ഛനമ്മമാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിതൃതർപ്പണം നടത്തണ്ട. നിസ്വധാകാരയേവ ച ചലാചല നികേതശ്ച. നിനക്ക് എല്ലാം കൂടിയുള്ളത് ചലമായ ഒരു ശരീരം, അനങ്ങുന്ന ശരീരം, അനങ്ങാത്ത ആത്മാവ്. ഇത് രണ്ടും ജനിക്കുമ്പോൾ കിട്ടിയതാ, മരിക്കുന്നവരെ ഉണ്ടാവും. ഈ 2 ആശ്രയത്തിൽ കൂടുതൽ നിനക്കൊന്നും വേണ്ട. അതുകൊണ്ട് എന്തു വേണം? യതിഹി യാദൃച്ഛികോ ഭവേ. സഞ്ചാരിയാകൂ, സാധുവാകൂ, സന്യാസിയാകൂ. എന്നിട്ട് യാദൃച്ഛികതയെ ആശ്രയിച്ച് കഴിയൂ. ഒരക്ഷരം മിണ്ടരുത്, സംശയിക്കരുത്. ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തുന്ന അതേ തത്വം, അതേ സാന്നിധ്യം ദ്രവ്യാത്മകമായ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനെ ഉജ്ജീവിപ്പിച്ച് നിലനിൽക്കുന്നു. അതിനെ മനസ്സിലാക്ക്, അതിനെ ഗ്രഹിക്ക്. അതിന് പുറപ്പെടുമ്പോൾ പിന്നെ ഒന്നുമില്ല. തത്വം ആധ്യാത്മികം ദൃഷ്ട്വാ തത്വം ദൃഷ്ട്വാ തു ബാഹ്യതഃ തത്വീഭൂതഃ തദാ രാമഃ തത്വാദ് അപ്രച്യുതോ ഭവേത്.
ഉള്ളിലുള്ള തത്വമാണ് ഞാൻ ആത്മാവാണ് എന്നുള്ളത്, പുറമേയുള്ള തത്വമാണ് എനിക്ക് നശ്വരമായ ശരീരമുണ്ടെന്നുള്ളത്. ഇത് രണ്ടും വേണ്ടതുപോലെ മനസ്സിലാക്കി തത്വീഭൂത, നീ നശ്വരമായ ശരീരത്തോടു കൂടി താതാത്മ്യം പുലർത്തുവോ അതോ അനശ്വരമായ ആത്മാവോടുകൂടി പുലർത്തുവോ എന്നാണ് ചോദ്യം. തത്വീഭൂത, ആ ഉൾത്തത്വമായിത്തീർന്ന് തഥാരാമ, അതിൽ സന്തോഷിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് തത്വാത് അപ്രച്യുതോ ഭവേ, അതിൽ നിന്ന് വിടാതെ നോക്കുക. കേട്ടു? നിങ്ങൾ ആഫീസിൽ ചെന്നു റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. എന്താ, ഒരു കാലത്ത് ജോലി വേണം, ജോലി ചെയ്യണം എന്നൊക്കെ തോന്നും. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം വിട്ട് ഞാൻ സന്യസിക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത് എഴുതി കൊടുത്തു. നമ്മൾ ശാസ്ത്രങ്ങളിലുള്ള വാക്യങ്ങളും ഗുരുവാക്യങ്ങളുമെല്ലാം എത്രത്തോളം ഒരു ജിജ്ഞാസുവിനെ സ്വാധീനിക്കാമെന്ന് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, അറിയാനുള്ള വലിയൊരു ശാസ്ത്രം, അറിവാണ് നമ്മുടെ സംസ്കാരം. അത് വേണ്ടതുപോലെ മനസ്സിലാക്കണം. ഞാൻ ബാബാവിനോട് പറഞ്ഞു, ജോലി വിട്ടു, താടിയും തലയൊക്കെ വടിച്ച് സന്യാസി വേഷം ധരിച്ച് പുറപ്പെട്ടു. കൽക്കത്ത നഗരത്തോട് യാത്ര പറഞ്ഞു. അന്ന് മുതൽക്ക് ഈ ഭാരതത്തിലുള്ള തെരുവുകൾ മാത്രമേ എന്നെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ. തുറന്ന് തെരുവിൽ നമുക്ക് നടക്കാമല്ലോ, തെരുവുകൾ മാത്രമേ നമുക്കുള്ളൂ. പിന്നെയോ അദൃശ്യമായിരിക്കുന്ന ഒരു വൈഭവമുണ്ട്, ആ വൈഭവത്തിൻ്റെ തണലും. അന്ന് മുതൽക്ക് എൻ്റെ കൂട്ടരെ ഇതാ, ഇന്നും ഇതാണ് ഭൂമാനന്ദ സ്വാമിജിയുടെ കയ്യിലുള്ളത്. എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കണ്ട് അദ്ദേഹമായി എനിക്ക് ഈശ്വരൻ, വേറെ ഒരു ഈശ്വരൻ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോട് അകൈതവമായി തോന്നിയ ആ ഭക്തി ഉണ്ടല്ലോ, ഗുരുഭക്തി, അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ, വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്നെ ഇപ്പോൾ ഒരു ഈശ്വര ഭക്തനാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറയാം, ഈശ്വരൻ്റെ പ്രതിനിധിയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഗുരുഭക്തനാണ്. ഒരു ഗുരുഭക്തൻ എന്താ അഭിലഷിക്കുന്നത്? ഗുരുസംഘം. എന്നിട്ട് ആ സംഘത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താ കിട്ടുക? അദ്ദേഹം പറയുന്നതും കേൾക്കുന്നതും അദ്ദേഹത്തിൽ കാണുന്നതുമെല്ലാം കണ്ടും കേട്ടും ഗ്രഹിച്ചും അനുഭവിച്ചും അതായിത്തീർന്നും അവനവൻ ഗുരുവിനെ പോലെ ആയിത്തീരും. ശങ്കരാചാര്യർ പറയുന്നത് പോലെ സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമഃ തേനവാ അലൗകികോപി. അപ്പോൾ ഗുരു തൻ്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുത്ത് ഒരു താതാത്മ്യം, സ്വീയം സാമ്യം വിധത്തെ, തന്നെപ്പോലെ ആക്കി തീർക്കുന്നു അത്രേ. അതുകൊണ്ട് ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള സംസർഗം നിരുപമഃ, ഉപമയില്ല. പാരസമണിന്നൊരു മണിയുണ്ട്, അതുകൊണ്ട് തൊട്ടതൊക്കെ സ്വർണ്ണാവും, പക്ഷേ പാരസമണിയാവില്ല. എന്നാൽ ഗുരുവോ, ഗുരുവിൻ്റെ സ്പർശം കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്ക് പാത്രവുമായി നമ്മൾക്ക് ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ള വിശേഷപ്പെട്ട വൈഭവം. സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമഃ തേനവാ അലൗകികോപി. അന്ന് കൽക്കത്തയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്തായിരുന്നു വിചാരം? ഒരു വിചാരവും ഇല്ല. എന്താ പ്ലാൻ ചെയ്യണേ? ഒന്നുമില്ല. പരമാവധി 1-2 മാസം ജീവിക്കാനുള്ള ഒരു തോട്ടുണ്ടെങ്കിൽ, ഒരു വിചാരം ഉണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാം വിട്ടിട്ട് പോവല്ലേ. അപ്പം അന്ന് മുതൽക്ക് ഇന്നും ഈ ഗുരുഭക്തി അദൃശ്യമായിരിക്കുന്ന ഒരു വൈഭവം, അതിൻ്റെ കീഴിലാണ് എല്ലാം, വേറെ ഒന്നുമില്ല. ആ ഗുരുഭക്തി എവിടം വരെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. ഞാൻ പാർലക്കാട്ടുകാരനാണ്, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. എന്നെ അറിയുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? രാമുവിനറിയാം. രാമുവിന് കണ്ടു പരിചയമുണ്ടല്ലോ. പാറളിക്കാട്ടിലെ ശിശുവാണ് ഞാൻ. പാറളിക്കാട് എന്നുള്ള പേര് തന്നെ വന്നതിനെ പറ്റി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവർ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നു.
ഇവിടെ ഈ കുണ്ടാരൻ എന്ന് പറഞ്ഞാൽ പാർവള്ളിക്കിഴങ്ങ് എന്നാണ് ഇതിന് പറയുക. അത് ധാരാളം ഉണ്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ടാവണം ഇതിന് പാർവള്ളിക്കാടാണത്. അത് പാറളിക്കാടായതാ ലോപിച്ച്. ആ പാറളിക്കാട്ടിൽ ദേശം വലം വെച്ച് ഇവിടെ ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു, ദേശവലത്ത് വയ്ക്കൽ. അങ്ങനെയൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന്, നിങ്ങൾക്കറിയാമോ, എനിക്ക് പ്രകൃതിയിലുള്ള ഒരു സാധനത്തിനോടും ഒരു അഭിലാഷമില്ല. ഞാൻ കാട് കണ്ട് വളർന്നവനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ദൃശ്യം രണ്ടാണ്. ഒന്നെന്നാന്ന് പറയണം, കന്നിമാസത്തിൽ നാടൊക്കെ കഴിഞ്ഞ് ആ നെല്ല് കരിയാട് പേർന്ന് ഇങ്ങനെ മടങ്ങി കിടക്കുന്ന സമയത്ത് വൃശ്ചികമാസത്തെ കാലത്ത് എണീറ്റാൽ മഞ്ഞ് വീണിട്ടുണ്ടാവില്ലേ, ആ ഇലകളൊക്കെ ഇങ്ങനെ മടങ്ങി അതിൻ്റെ മുകളിൽ മഞ്ഞ് തുള്ളി ധാരാളം പായ വിരിച്ച മാതിരി ആ ദൃശ്യത്തെ കവച്ചു വയ്ക്കുന്ന ഒരു ദൃശ്യം ഞാൻ പ്രകൃതിയിൽ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് നെല്ലിനോട് ഇഷ്ടം ആ കായ മടങ്ങി വീഴാതെ നിൽക്കുന്ന പാടങ്ങൾ കാണാനും ഇഷ്ടം. വേറെ ഒരു സംഗതി, ഇപ്പം മരങ്ങൾ അമേരിക്കയിലൊക്കെ ചിലപ്പോൾ നാഷണൽ ഗാർഡൻ കാണാൻ കൂട്ടിക്കൊണ്ടുപോകും. എത്ര വലിയ മരങ്ങളാണെന്ന് അറിയും. അവിടെ മരങ്ങൾ വീണാൽ ആ വീണ മരത്തിന് തൊട്ട് പോകരുതെന്നാണ് നിയമം. അത് അവിടെ തന്നെ വീണ് അവിടെ തന്നെ ദ്രവിച്ച് ആ മണ്ണിൽ ലയിച്ച് ചേർന്ന് ആ മണ്ണിൽ നിന്നുള്ള പുല്ലും കില്ലും ഒക്കെ അവിടെയുള്ള മൃഗങ്ങൾക്ക് തിന്നാനൊക്കെ ഉണ്ടാവണമെന്ന്. ഒരൊറ്റ സാധനം മുറിക്കരുതെന്നാണ് പറയുക. നമ്മളൊക്കെ ഇമ്പിളിയാണ്ടന്മാരാണ്. നമുക്കൊക്കെ തട്ടിയെടുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ, വളർത്തുന്ന ഏർപ്പാടില്ല. എനിക്ക് ഒരൊറ്റ ആശയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിറവേറിയിട്ടുമുണ്ട്. ഞാൻ വിചാരിക്കും ഈ ആശ ആർക്കാ? ഈ ആശ മനുഷ്യജീവൻ ആരാ? ഈശ്വരൻ രചിച്ച ജീവൻ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആശ ഈശ്വരൻ്റെ ആശയല്ലേ? അപ്പം അത് നിറവേറ്റാൻ അദ്ദേഹം അല്ലാതെ ആരാ വേണ്ടത്? മിണ്ടാണ്ടിരിക്കുക. ഈ സഭാനികേതനും ഇതേപോലെ ആയതും വളർന്നതുമാണ്. വല്ലാത്തൊരു ദൃഷ്ടാന്തം. ഇവിടെ നമ്മൾ നടത്തി, പന്തലിട്ട് നടത്തി. എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂരിൽ നിന്നൊരമ്മ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അവരുടെ പേരെനിക്ക് മറന്നു പോവാം. അവർ പറഞ്ഞു, വല്ലാത്ത ഡസ്റ്റ് ഉണ്ട് സ്വാമിജി, അവിടെ വരാൻ വയ്യ. അവിടെ ഡസ്റ്റ് ഉണ്ടോ ചോദിച്ചു ഞാൻ. ധാരാളം ഡസ്റ്റ് ഉണ്ടെന്ന്. അന്ന് മുതൽക്കാണ് എൻ്റെ മനസ്സിൽ കയറിയത്, ഇവിടെ പൊടിയുണ്ട്, മനുഷ്യർക്ക് വരാൻ വിഷമമുണ്ടല്ലേ. കുറേ വെള്ളമൊക്കെ തെളിക്കും കുട്ടികൾ. അപ്പോൾ മനുഷ്യർക്ക് ഇരിക്കണം, അത് പോട്ടെ, ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും ഈ പന്തലിൽ മണ്ണിൽ ചവിട്ടി നടന്ന് ഇതെങ്ങനെയാണ് സാധിക്കുക? ഒരു വൃത്തിയും വെടുപ്പമൊക്കെ നമുക്ക് വേണമല്ലോ. ഈ പൊടി ലങ്സിൽ കയറുന്നത് നല്ലതല്ല. അപ്പം മനസ്സിൽ തോന്നിയതാണ്, സാന്ദർഭികമായിട്ട് ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കൂര നമുക്കിതിന് വേണമെന്ന്. ആ സഭാനികേതൻ തുടങ്ങിയതും രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് കേൾക്കണോ വർത്തമാനം? സഭാനികേതൻ വേണമെന്നുണ്ടെങ്കിൽ കാശ് കുറവാണല്ലോ. നമ്മൾ എങ്ങനെയാണ് പുറപ്പെടുക? കയ്യിൽ കുറച്ചെങ്കിലും കാശ് വേണ്ടേ? അപ്പോൾ നമ്മുടെ ഒരു ഭക്തൻ ഒരു ദിവസം പറഞ്ഞു, സ്വാമിജി, ഞാനൊരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. എനിക്ക് വയസ്സായി, ഞാൻ ആ ട്രസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഉള്ള പണം മുഴുവനും കൊടുത്തു തീർത്ത് അതിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ സ്വാമിജിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചാലും ഞാൻ ചെക്ക് ഒപ്പിട്ട് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആശ്രമത്തിൽ, നാരായണാശ്രമത്തെ ഭവനത്തിൽ നിർമ്മാണ പ്രക്രിയയായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സഭാനികേതൻ ഞങ്ങൾക്ക് വേണമെന്നുള്ളൊരു അഭിപ്രായം പാലക്കാട് നൈമിഷാരണ്യത്തിലുണ്ട്. എന്തായാലും കൊള്ളാം, സ്വാമിജി പറഞ്ഞോളൂ, ചെയ്യാം. എത്രയുണ്ട്, എന്താ തരാ എന്ന് ചോദിച്ചപ്പോൾ 1.5 കോടി ഉറുപ്പിയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അത് തന്നു. നമുക്കിവിടെ നിർമ്മാണം നീണ്ടുപോയി. അപ്പോൾ ബുദ്ധിമുട്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളത് കോർപ്പസായിട്ട് നിർത്തിക്കൊള്ളൂ, ഞാനൊരു എഴുത്തെഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 1.5 കോടി ഉറുപ്പിയുണ്ടെങ്കിലൊന്നും നടക്കില്ലല്ലോ. ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 7.5 കോടി ഉറുപ്പിയാണ് എസ്റ്റിമേറ്റ് തന്നപ്പോൾ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ അത്രയൊന്നുമില്ല. ഞാൻ രാജനോട് ചോദിച്ചു, ഇത്രയൊക്കെ പൈസ വേണോ രാജൻ? കുറേയൊക്കെ പ്രവൃത്തി നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 കോടി ഉറുപ്പി ഉണ്ടാവും. ഇതെങ്ങനെയാണ് പുറപ്പെടുക? അതിന് തൃശ്ശൂരിലുള്ള ഡോക്ടർമാരാണ് അവർ. അതിനൊരാൾ എന്നോട് വന്ന് പറയുക, സ്വാമിജി സഭാനികേതൻ പണിയാൻ പുറപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതിന് പണം വേണ്ടേ? വേണം. ഞങ്ങൾക്ക് പൈസയൊന്നും തരാൻ പറ്റില്ല. 5, 10, 1000, 20,000 ഉറുപ്പിയൊക്കെയല്ലേ തരാൻ പറ്റുള്ളൂ. സ്വാമിജിക്ക് പണം വേണ്ടേ?
അപ്പം ഞാൻ കനകധാരാ സ്തോത്രം ജപിക്കട്ടെ എന്ന് ചോദിച്ചു. കേട്ടു നിങ്ങൾ? ശങ്കരാചാര്യര് ഉണക്കനെല്ലിക്ക കൊടുത്തു ഒരു നമ്പൂതിരി ഗൃഹത്തിൽ ചെന്നപ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് ഇവർ വളരെ ദരിദ്രന്മാരാണെന്ന് മനസ്സിലാക്കി ജപിച്ചപ്പോഴാണത്ര മോള് സ്വർണ്ണനെല്ലിക്ക മഴയായിട്ട് പെയ്തു എന്നാണ് പറയണത്. അതിന് ജപിച്ചതാണ്, അതിന് ചൊല്ലിയതാണ് കനകധാരാ സ്തോത്രം. അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ജപിച്ചോളൂ എന്ന് പറഞ്ഞു. ജപിച്ചോളൂ, അതിനിപ്പോൾ എന്താ വിരോധം? ജപിച്ചു. അപ്പോൾ ജപിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരു സംഭവം നടന്നു. ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് ബംഗളൂരിൽ നിന്ന് ഒരു കൂട്ടം ദമ്പതികൾ വന്നു. എന്നെ കണ്ടില്ല, ഞാൻ എവിടെയായിരുന്നു. അവർ എന്നെ കാണാണ്ട് പോയി. അവർ ബംഗളൂരിൽ പോയിട്ട് പറയുക, സ്വാമിജിക്ക് സഭാനികേതൻ കെട്ടാൻ പണം വേണ്ടേ? വേണം. എനിക്കൊരു കെട്ടിടമുണ്ട്, ഞാനത് വിറ്റിട്ട് പണം തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വരട്ടെ, അതൊക്കെ അവിടെ നിൽക്കൂ. നിങ്ങൾ ആരാ, എന്താ, നിങ്ങൾക്ക് ഇരിക്കാൻ വീടുണ്ടോ? ഞങ്ങൾക്ക് വേറെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ കുറേ സമാധാനമായി. നിങ്ങൾക്ക് എന്നെ അറിയോ? ആരാണ് ഈ സ്വാമിജി? എന്തിനാണ് പണം കൊടുക്കണേ എന്നറിയോ? ഞങ്ങൾക്കറിയാം, പുരുഷോത്തമ സ്വാമിജി ആയിട്ട് പരിചയമുണ്ട്. സ്വാമിജിക്ക് ഇപ്പോൾ പണം അത്യാവശ്യമാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വിൽക്കേണ്ടി വരും. അപ്പോൾ വില കുറച്ച് കിട്ടും. പെട്ടെന്ന് വിൽക്കണ്ട, പതുക്കെ വിറ്റാൽ മതി, ഞങ്ങളുടെ ആവശ്യത്തിന് മുൻനിർത്തി വിൽക്കുകയേ വേണ്ടെന്ന്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇവിടുന്ന് എന്തോ കുറച്ചൊരു ഭൂമി മേടിക്കാനുണ്ടായിരുന്നു, അതിനൊരു 5-10 ലക്ഷം വേണം, അത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അയച്ചു തന്നു. എന്നിട്ടാണ് ഈ ഭൂമി എന്തോ മേടിച്ചത്. ഏതാ മേടിച്ച വിജയകുമാറിന് അറിയോ? ഇവിടെ അടുത്തൊരു ഭൂമി മേടിച്ചില്ലേ? അത് കഴിഞ്ഞ് 1 കൊല്ലോ 2 കൊല്ലോ എങ്ങാണ്ട് താമസമായിട്ട് അദ്ദേഹം അത് കൊടുക്കാനുള്ളത്, ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷം പണം അയച്ചു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ കനകധാരക്കാരനോട് കനകധാരാ സ്തോത്രം ജപിച്ചിട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇപ്പോഴും ജപിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു സ്ത്രീയാണ്, അവർ പെട്ടെന്ന് വിളിച്ചു, സ്വാമിജി എന്താ, എനിക്ക് സ്വാമിജിക്ക് കുറേ പണം അയച്ചു തരണമെന്നുണ്ട്, കുറച്ച് നല്ലോണം പണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ, ഞങ്ങളെ അറിയോ, എന്താ ചെയ്യണം? അറിയും, എൻ്റെ അമ്മ മുക്തി സുധാകരൻ കേൾക്കുന്നുണ്ട്, കുറേ സമാധാനം അയ്യപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, അതേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, മകനും മരിച്ചു. ഭർത്താവ് ഓയിൽ ഡീലറായിരുന്നു, അദ്ദേഹത്തിന് നല്ലോണം പണമുണ്ട്. ഞാൻ ചെക്ക് എഴുതി തോറ്റു കഴിഞ്ഞു വലിയ സംഖ്യയ്ക്ക്. അപ്പം നിങ്ങൾക്ക് ബോധ്യം വന്നു എന്നുണ്ടെങ്കിലും ഞങ്ങൾക്കും അറിയണം. പക്ഷേ എങ്ങനെയാണ് പണം തരണേ, എങ്ങനെയാണ് ആ പണം ഉണ്ടായത്, നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾക്ക് പറയണമല്ലോ എന്ന് പറഞ്ഞു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു എഴുതി കൊടുത്ത് അത് ഒപ്പിട്ടിട്ട് അവർ പണം അയച്ചു. 1 കോടി ഉറുപ്പികയാണ് തോന്നുന്നു അയച്ചു തന്നത്. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മുടെ സഭാനികേതൻ പെട്ടെന്ന് ഇങ്ങോട്ട് മുഴുവനാവുന്ന ചോദ്യമില്ലല്ലോ. ഈ കോവിഡ് ഉണ്ടായല്ലോ, ഈ കോവിഡ് വാസ്തവത്തിൽ ഈ സഭാ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്. എന്താ കാരണം? പെട്ടെന്ന് നടത്താൻ നമുക്ക് സാധിക്കില്ല, കോവിഡ് നീട്ടിക്കൊണ്ടുപോയി അത്. അപ്പോൾ കോവിഡ് ഇതിൽ കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. 2018 മറ്റും മുഴുവനാക്കണമെന്ന് വിചാരിച്ചതല്ലേ? അന്നല്ലേ ഇവിടെ നമ്മൾ നടത്തിയത് ആദ്യമായിട്ട്. 2019 നമ്മളിവിടെ മുഴുവനാവാതെ നടത്തിയത്. അതിനുശേഷം നീട്ടി കൊണ്ടുപോയി 8 കോടി ഉറുപ്പികയും മറ്റുമാണ് ഇതിൻ്റെ ചിലവ്. എപ്പോഴും പണി മുഴുവനായിട്ടില്ല. ഇങ്ങനെയുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് ഇവിടെ പറയുണ്ടായി. അപ്പം അന്നിവിടെ സത്രം തുടങ്ങുമ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ആലോചനക്കാരാണല്ലോ. നമുക്ക് ആരെയാണ് കൂട്ടിക്കൊണ്ടുവരിക? ആ ശബരിമല ശാന്തിക്കാരനെ കൊണ്ടുവരണോ, അതോ തിരുവിതാംകൂർ ഹൈനസിനെ കൊണ്ടുവരണോ എന്നൊക്കെയുള്ള ചില ആലോചനകളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ സന്യാസിമാരാണ്. അത് ഞങ്ങൾക്ക് സന്യാസിമാർ നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ചില വിശേഷതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടക്കുന്നതിന് വേണ്ടി അതിന് വില കിട്ടാൻ വേണ്ടി ഒരൊറ്റ ആളിവിടെ കൂട്ടിക്കൊണ്ടുവരരുത്. ഇവിടെ സത്രം നടക്കും, ഭഗവാനെ പൂജിക്കും, അവരെല്ലാവരും വന്ന് തൊഴുത് പ്രസാദം മേടിച്ച് അനുഗ്രഹം മേടിച്ച് പൊക്കോട്ടെ, അതിന് വിരോധമില്ല. ഇതിന് പൊടിപ്പ് കൂട്ടാനും തൊങ്ങൽ കൂട്ടാനും വേണ്ടി ഒരൊറ്റ ആളിവിടെ കൊണ്ടുവരരുത്. പക്ഷെ ഒരു കാര്യം വേണം,
നല്ല നല്ല പ്രവക്താക്കളെ കൊണ്ടുവന്ന് ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ വേണ്ടതുപോലെ അവതരിപ്പിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കി കൊണ്ടുവരണം. അവിടെയാണ് ശ്രദ്ധ. ഈ തത്വപ്രവചന പീഠമുണ്ടല്ലോ, ആ പീഠം അന്വർത്ഥമാകണം. അതിന് പറ്റിയ പ്രവക്താക്കളെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക. അത് ഞങ്ങൾക്കൊന്നും പറ്റില്ല, ഞങ്ങളിതിൻ്റെ കൂടെ നിൽക്കാം. ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാവും, വന്ന് കണ്ടോട്ടെ പൊക്കോട്ടെ എന്ന് പറയുണ്ടായി. പരമകല്യാണ നിധിയായിരിക്കുന്ന ശ്രീഹരി എപ്പോഴും എല്ലാ സ്ഥലത്തുമുണ്ട്. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് തോന്നുന്ന ഭക്തി ഉണ്ടല്ലോ, ആ ഭക്തി ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തെ സമ്പുഷ്ടമായി നടത്തിക്കാൻ പോകുന്നത്. വേറെ ഒരു കാര്യം ഇവിടെ മിണ്ടരുത്. ഇതെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, മുമ്പ് അങ്ങനെ പറയാറില്ല, ഇപ്പം ഞാൻ തുറന്ന് പറയുന്നുണ്ട്. എന്താ, എനിക്കുള്ള വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിശേഷം ഉണ്ട്. ഞാനൊന്നുമല്ല, എനിക്ക് ഒന്നും ഇട്ട് വേണ്ടേ, ഞാൻ ഒന്നുമേ അല്ല, എനിക്ക് ഒന്നും ഇട്ട് ആവശ്യവും ഇല്ല. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, അത് നിങ്ങളുടെ മനസ്സിൽ വരുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ വരുത്താം. ഇങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ എപ്പോഴാണ് തോന്നുകയെന്നൊന്ന് പറയൂ നിങ്ങൾ. എന്താ മിണ്ടാത്തെ? ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നണം, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഒന്നുമല്ല, വട്ടപൂജ്യമാണെന്നൊരു തോന്നൽ വരണമെങ്കിൽ എപ്പോഴാണ് മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു വിചാരം, ഒരു ഉറപ്പ് ഉദിക്കുക? നമ്മുടെ മനസ്സിന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ഇംഗ്ലീഷിലാണ് കൂടുതൽ പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ there should be an abundance, there must be a fullness, there must be a fulfillment. നമ്മുടെ ഉള്ളിൽ ഒരു ധാരാളിത്വം വേണം, അബൻഡൻസ്. ഏഴത്തമല്ല, പ്രഭുത്വം തന്നെ വേണം. ഉള്ളിലൊരു നിറവും മികവും തികവും വേണം. അതിനാണ് ഭക്തി, അതിനാണ് ജ്ഞാനം, അതിനാണ് വൈരാഗ്യം. ഉടുതുണിയില്ലാതെ ശുഗമഹർഷി, 16 വയസ്സുള്ള ശുഗമഹർഷി പരീക്ഷിത്ത് മഹാരാജാവ് ഉപവസിക്കുന്ന സ്ഥലത്ത് തേടി ചെന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തുടങ്ങി. ആ കുട്ടിയുടെ മേലെ ഉടുതുണിയില്ല, ഒരു ചരട് പോലും ഇല്ല, ഒരു നൂല് പോലും ഇല്ല. എന്താണ് ശുഗമഹർഷി അങ്ങനെ ഒന്നുമില്ലാതെ നടന്ന് സഞ്ചരിച്ച് പോയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ട് ചിരിക്കാനുള്ളതാണോ അത്, അതോ കണ്ട് മഹിമ നുണയാനുള്ളതോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിറവാണത്, തികവാണത്, പൂർണ്ണതയാണത്. നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല, ഒന്നിനും സാധിക്കില്ല. കുട്ടികൾക്ക് സാധിക്കില്ല, വീടിന് സാധിക്കില്ല, സ്നേഹിതന്മാർക്ക് സാധിക്കില്ല, ജീവിത സഹയാത്രികർക്ക് സാധിക്കില്ല, പങ്കാളികൾക്ക് പറ്റില്ല. നമ്മളെ ഉള്ളു നിറയ്ക്കാൻ പരമകല്യാണ നിധിയായ ശ്രീഹരി മാത്രം, അന്തരാത്മാവ് മാത്രം. സുഹൃത് പ്രേഷ്ഠതമോ നാഥ ആത്മാചായം ശരീരിണാം എന്ന് പിങ്കള പാടിയ പാട്ടാണ്. സുഹൃത് പ്രിയതമോ നാഥ സ്വാത്മാചായം ശരീരിണാം. എല്ലാവരുടെ ഉള്ളിലും ഞാൻ ഞാൻ എന്ന് പറയുന്ന വാക്കിന് ആധാരമായി ഒരു വിശേഷപ്പെട്ട ഒരു പൊരുളുണ്ട്. അതിൻ്റെ സ്വരൂപമേ ആനന്ദമാണ്. നിങ്ങൾ കേൾക്കണില്ല? അതിൻ്റെ സ്വരൂപം ഏതുപോലെ? ശർക്കര നക്കിയാൽ മധുരമുണ്ടാവില്ലേ? കൽക്കണ്ട് നക്കിയാൽ മധുരല്ലേ? അതേപോലെ ആത്മാവിനെ നുണഞ്ഞാൽ ആനന്ദമാണ്. ആ ആനന്ദരൂപിയായിരിക്കുന്ന ആത്മാവിനെ നുണയാൻ സാധിച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്നുമല്ല. അങ്ങനെ ഒന്നുമില്ലായ്മയിലിരുന്ന് എല്ലാം ചെയ്യാൻ സാധിക്കാം മനസ്ഥിതി ഉണ്ടെങ്കിൽ. നമ്മുടെ ഉള്ളൂരൊരു പാട്ടുപാടി, പുരുഷോത്തമ മാഷക്ക് അറിയാൻ തോന്നുന്നില്ലേ? തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കേ ഒറ്റയ്ക്കു തൻ ബ്രഹ്മപദം കൊതിക്കും
തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ചിലർക്കേ തോന്നും ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. തപോധനന്മാരും പലരും മിണ്ടാണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എങ്ങനെയോ ഭൂമാനന്ദ സ്വാമിജി അങ്ങനെയല്ല. ഇപ്പോഴും ഞങ്ങളുടെ ആശ്രമത്തിലൊരു സ്ഥിരം സ്വാമിജി കിടക്കണം എന്ന് പറയും. ഇപ്പോൾ സ്വാമിജി എന്നോട് വന്ന് പറഞ്ഞില്ലേ ഒന്ന് എണീക്കും, ഞാൻ നിങ്ങളോട് എണീക്കാൻ പറഞ്ഞപ്പോൾ. അതുമാതിരി ഡൽഹിയിലാണ് അത് ഉണ്ടായത്. ഞാൻ സത്സംഗം നടത്തി ക്ഷീണം തോന്നി. മുറിയിൽ പോയി ഒന്ന് വാതിലടയ്ക്കണമെന്ന് നല്ലോണം തോന്നി. മുറിയിൽ പോയി വാതിലെ അടച്ചു. അപ്പോൾ അവിടെ നമ്മളുടെ ബാലൻ മീന മാമി അവരുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മീന വന്ന് വാതിൽ തട്ടി തുറന്നപ്പോൾ കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. സ്വാമിജി ഇപ്പോൾ തന്നെ കാണുന്നത്ര അവൾക്ക് എന്തോ വിഷമമുണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് പോയി. അന്ന് തീർച്ചയാക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും കാണാൻ വന്നിരിക്കുന്ന സമയത്ത് അത് തട്ടിക്കളഞ്ഞ് ഞാൻ പോയി വിശ്രമിക്കില്ല എന്ന് ആ ഒരൊറ്റ ദിവസം തീരുമാനിച്ചതാണ്. അപ്പോൾ ഉള്ളൂർ പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ ഒറ്റയ്ക്കു തൻ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അങ്ങനെ കുറ്റമായിട്ട് ഞാൻ പറയണില്ല. ചിലർ ഓരോരുത്തരുടെ സ്വഭാവമാണല്ലോ. ഇപ്പോൾ കൃഷ്ണനെ പോലെ അല്ലല്ലോ രാമൻ. അപ്പം എൻ്റെ മനസ്സിന് ഒരു വിശേഷപ്പെട്ട നിലയുണ്ട്. ആ നിലയെ ചിത്രീകരിക്കാൻ വസിഷ്ഠർ പറഞ്ഞതാണ് ഒരു ശ്ലോകം. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുത്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. വലിയ നിലയത്, പ്രശാന്ത ഗംഭീരമായിരിക്കുന്ന ഒരു ഉൾനിറവിനെ സൂചിപ്പിക്കുന്നതാണത്. എന്താ പറയണ വസിഷ്ഠൻ? ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ. ചെറുപ്പം മുതൽക്ക് അദ്ദേഹത്തിന് പ്രപഞ്ചബാധ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രപഞ്ചബാധ ഇല്ലെങ്കിൽ പിന്നെ ആരോടും നമുക്കൊരു സങ്കടമോ ദൈവമോ ഒന്നും തോന്നില്ലല്ലോ. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല, അങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ട് വന്നു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് മടിയിലിരുത്തി ശപിച്ചു അത്രേ. എന്താ ശപിച്ചത്? പ്രപഞ്ചം പിടിപെടട്ടെ നിൻ്റെ മനസ്സിനേന്ന്. അപ്പോൾ പ്രപഞ്ചം ബാധിച്ചു. ഉടനെ വസിഷ്ഠൻ അയ്യോ സഹിക്കുവയ്യല്ലോ, വിഷമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തത്വോപദേശം നൽകി. എന്നിട്ട് പ്രബുദ്ധനാക്കി. എന്നിട്ട് കൊടുത്ത ഉപദേശം, നീ വൈരാഗികൾക്ക് ജ്ഞാനം ഉപദേശിക്കുക, ആശയുള്ളവർക്ക് കർമാനുഷ്ഠാനവും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയെന്ന്. അങ്ങനെയാണ് ഇക്ഷ്വാകു വംശത്തിൻ്റെ കുലഗുരുവായി അദ്ദേഹം യാഗാദികളും കർമ്മങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. രാമന് വൈരാഗ്യം പിടിപെട്ടപ്പോൾ ജ്ഞാനം ഉപദേശിച്ചത്. ഇത് രണ്ടും ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്, കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാ ഭുവി സംസ്ഥിതോസ്മി. എനിക്ക് ഈ ലോകത്തിൽ ഒരു കർത്തവ്യവുമില്ല. എന്തെങ്കിലും നേടിയെടുക്കണം, സ്ഥാപിക്കണം, അങ്ങനെയില്ല. ഈ രണ്ട് വിചാരവും മനസ്സിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ മനസ്സിനെ താണ്ടിക്കടന്നു കവച്ചു വെച്ചവനായി. എന്നിട്ട് ഭംഗിയായി ഞാൻ ഭൂമിയെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സംശാന്തയ, പരിപൂർണ ശാന്തിയോടുകൂടി, സതത സുപ്തധിയൈവ വൃത്യ. ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനോവൃത്തി എങ്ങനെയിരിക്കുമോ അതുപോലെയാണ് ഉണർന്നിരിക്കുന്ന സമയത്തും എൻ്റെ മനോവൃത്തി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എങ്ങനെയോ അതുപോലെയാവും ഉണർന്നിരിക്കുമ്പോഴും മനസ്സിന് വൃത്തികൾ ഉണ്ടാവും. ആ വൃത്തികൾ അശാന്തത വരുത്തില്ല. വെള്ളത്തിൽ എഴുതിയാൽ എന്താ? വെള്ളത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ എഴുതിക്കോളും. വെള്ളത്തിന് വല്ലതും വരും, അതേമാതിരിയാവും. അങ്ങനെ കാര്യം കരോമി, അതാത് സമയത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നച കിഞ്ചിദഹം കരോമി, യാതൊന്നും ഞാൻ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ചെയ്യുന്നില്ല. ചെയ്യണതൊക്കെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതുണ്ടല്ലോ, അവിടെ ഒരു പ്രവൃത്തിയും ഉദ്ഭവിക്കുന്നില്ല, ഒരു തരത്തിലുള്ള ഫലവും അവിടെ ഉണ്ടാകുന്നില്ല. അത് മനസ്സിലാക്കി കഴിയണം. അപ്പോൾ ആ ഫ്രീഡം കിട്ടും. അങ്ങനെയുള്ളതാണ് നമ്മുടെ ഉൾനില. ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ഗുരുവിനോടുള്ള ഭക്തി
ആ ഗുരുഭക്തി ഒന്ന് മാത്രമാണ്. ഗുരുഭക്തി എന്ന് പറയുന്നത് ഈശ്വരഭക്തിയെ പോലെയല്ല. ഈശ്വരന് ഏകപക്ഷീയമാണ് നമ്മുടെ മനസ്സിലുള്ള ഭക്തി. ഈശ്വരനൊന്നും ഇടപെട്ടിട്ട് ഒന്നും പറയില്ല. അദ്ദേഹത്തിന് പറയാൻ വായില്ലല്ലോ. വായുണ്ടാവണമെങ്കിൽ മനുഷ്യനാവണം. എല്ലാ ദിക്കിലും ആകാശം പോലെ നിറഞ്ഞിരിക്കുന്ന ഈശ്വരന് എങ്ങനെയാ വായും മൂക്കും കണ്ണും ഉണ്ടാവുക? ഉണ്ടാവില്ല. അപ്പോൾ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം പറയുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആചരണം മനസ്സിലാക്കി അവിടുന്ന് അങ്ങനെ അതുപോലെ ആയിത്തീരുക. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും മുഴച്ചു നിൽക്കുന്ന ഒരേ ഒരു ഘടകം. ഗുരുഭക്തി, ഗുരുഭക്തി, ഗുരുഭക്തി. ജയ ഗുരു ജയ ഗുരു, ജയ ഗുരു ജയ ഗുരു, ജയ ഗുരു ജയ ഗുരു, ജയ 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 ജയ. ഞാൻ ചിലപ്പോൾ ഇതിങ്ങനെ പാടും കിടക്കുമ്പോഴൊക്കെ എണീക്കുമ്പോഴൊക്കെ. ഒന്നുമില്ല. ഭൂമാനന്ദ സ്വാമിജി എന്ന് പറഞ്ഞാൽ എ നോബഡി ആൻഡ് നത്തിങ്, എ നോബഡി ആൻഡ് എ നത്തിങ്. അങ്ങനെ പറയാൻ വലിയ ഇഷ്ടം, വലിയ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് പലതും ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് പ്രാന്താണ്? നിങ്ങളുടെ ശരീരം പോലും നിങ്ങളുടെ അല്ലല്ലോ. ശരീരത്തിന് ശ്വസിക്കാൻ കാറ്റ് കിട്ടണ്ടേ? കാറ്റ് ആരാ തരണത്? നിങ്ങളുടെ മൂക്ക് പൊത്തിച്ച് പിടിച്ചാൽ നിങ്ങൾ എത്ര നേരം ഉണ്ടാവും? ഒന്ന് പറയൂ. അപ്പം നമ്മൾക്ക് നിൽക്കാനായിട്ടൊരു ഭൂമി വേണം, അത് നമ്മുടെയല്ല. ശ്വസിക്കാനായിട്ട് വായു വേണം, അതുമില്ല. കുടിക്കാൻ വെള്ളം വേണം. എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ശരീരം നമ്മുടെയല്ല. അപ്പോൾ ശരീരം നമ്മുടെ അല്ലെങ്കിൽ ശരീരം കൊണ്ട് സമ്പാദിക്കുന്നത് നമ്മുടെ ആവുമോ? ആവില്ല. അപ്പോൾ എനിക്ക് അതുണ്ട് അതുണ്ട് എന്ന് മിണ്ടരുത്, മിണ്ടരുത്. ഒരു സാധനവും ഇല്ല നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ ഈ ഭൂസന്താനമാണ്, ഈശ്വരൻ്റെയാണ്. അത് മാത്രം പറഞ്ഞോളൂ, വേറെ ഒന്നും മിണ്ടണ്ട. അങ്ങനെ പറഞ്ഞാലോ ഒന്നും ഒട്ടും ആവശ്യമുണ്ടാവില്ല. ഒന്നുമില്ലാതെ പരമസന്തോഷത്തിൽ ആറാടാനുള്ള അങ്ങേയറ്റത്തെ വിശേഷപ്പെട്ട സാധനയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് അങ്ങേയറ്റത്തെ നേട്ടം. പോരെ? ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കഥയൻ മഹാത്മൻ. ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ശ്രീരാമനോട് വസിഷ്ഠർ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ വേണം നീ ജീവിക്കാമെന്ന്. 16 വയസ്സുള്ള ശ്രീരാമനോട്. അതനുസരിച്ചാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ജീവിച്ചത്. അന്ന് കുട്ടിയായിരുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറയട്ടെ, നിറയട്ടെ. ഒരു സാധനവും എൻ്റെ ആണെന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടാവരുത്. ഈ ലോകം ആരുടെയോ ആ ആളുടെയാണ് ലോകസന്താനമായ ഞാനും. ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെ ആണെങ്കിൽ ഭൂമിയിൽ ഒരു ജീവൻ, മനുഷ്യജീവനായിരിക്കുന്ന നിങ്ങൾ ആരുടെയാണ്? ഒന്ന് പറയും. ഇതൊരു ഫാക്റ്റ്, ഒരു വസ്തുതയോ അതോ ഇത് കണ്ടുപിടിച്ചിട്ട് വേണോ? ഇതൊരു വസ്തുതയല്ലേ? അത് അതിൻ്റെ പാട്ടിലിരുന്നോട്ടെ. എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, എവിടെ വേണമെങ്കിൽ പൊക്കോളൂ. പക്ഷേ നിങ്ങൾ ഈശ്വരൻ്റെയാണ്, ആ വിചാരം ഉണ്ടാവട്ടെ. നമുക്കൊരു ഓങ്കാരം ജപിച്ച് നിർത്താം. ഓ
ജയ ഗുരു.